നിങ്ങൾ തുടങ്ങണ മക്കളെ. നാട്ടുകാർക്ക് വനാക്രി, വീട്ടുകാർക്ക് വനാക്രി, കൂട്ടുകാർക്ക് വനാക്രി, മാലോകർക്കെന്നും കുന്നും ഇവനൊരു പാവം കോമാളി. നാട്ടുകാർക്ക് വനാക്രി, വീട്ടുകാർക്ക് വനാക്രി, കൂട്ടുകാർക്ക് വനാക്രി, മാലോകർക്കെന്നും കുന്നും ഇവനൊരു പാവം കോമാളി. നാട്ടുവഴിയാകട്ടെ, കാട്ടുവഴിയാകട്ടെ, നഗരവഴിയാകട്ടെ, നരകവഴിയാകട്ടെ, മുച്ചക്ര വണ്ടിയിലേറി പല വഴി താണ്ടിടുമാക്രി. അവനറപ്പില്ല വെറുപ്പില്ല ഒരു പിടി എന്നതിനായി നാടിനെ ശുചിയാക്കും മുത്താക്രി. അവൻ പൊന്നാക്രി, നമ്മുടെ ചങ്കാക്രി. പാഴായ വസ്തുക്കൾ പാരിന് വിനയാകാതെ പ്രപഞ്ചത്തെ രക്ഷിക്കും ഈ ആക്രി. പാഴായ വസ്തുക്കൾ പണമാക്കി മാറ്റിയിടും മാന്ത്രികനാണീ പൊളിയാക്രി. ഇവനെ പേരുത് ഇട്ടവൻ മരമാക്രി. നാട്ടുകാർക്ക് വനാക്രി, വീട്ടുകാർക്ക് വനാക്രി, കൂട്ടുകാർക്ക് വനാക്രി, മാലോകർക്കെന്നും കുന്നും ഇവനൊരു പാവം കോമാളി. ഇവനൊരു പാവം കോമാളി. ഇവനൊരു പാവം കോമാളി. मेरा प्यारा भाइयों, मैं तुम लोगों को प्यार करता हूँ. എന്നെ എല്ലാവരും പറ്റിച്ചു, ചതിച്ചു, വഞ്ചിച്ചു, എൻ്റെ ജീവിതം നശിപ്പിച്ചു. ഒഴുക്കി ബസ് 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 ബസ്. അങ്ങനെ
ചോറ് ആശാനത് ആലമ്പൻ സുനിയാണ്. നീ ആ ഫോൺ എടുക്കും. കട്ടായോ? അല്ല എത്തിക്കൂട്, അവരൊന്നും ഉണ്ടാക്കൂ. എല്ലാം പോയി ആശാനെ. ആശാനെ ആശാന എന്തോ പ്രശ്നമുണ്ടല്ലോ ഇവിടെ, നമുക്കറിയണല്ലോ. എന്താണ് ചോദിക്കടാ? ഞാൻ എന്തുണ്ട് ആശാനെ? എടാ ഇത് ഞാനടാ ജോർജാണ്. കാര്യം പറ. മരപ്പട്ടി നശിപ്പിച്ചല്ല. നീ ആശാന് ഫോൺ കൊടുത്തേ. ആ ഫ്ലോ എങ്ങോട്ടല്ല, ഇനി ആയതിനേക്ക് അറിയേണ്ടവരല്ല. ആശാനാ പറഞ്ഞോ. ആശാനെ ഇനി എന്ത് പറ്റാനാണ് ആശാനെ? എല്ലാം പോയി ആശാനെ, എല്ലാം പോയി. നീ കാര്യം പറ, എന്താ? ആശാനെ ഞാൻ എന്ത് വേണ്ട ആശാനെ? നമ്മുടെ ആക്രി ഇവിടെ ആത്മഹത്യ ചെയ്യാൻ പോയിട്ട് ഞാൻ എങ്ങനെ ജീവിക്കേണ്ട ആശാനെ? ആശാൻ പറ. അതെന്താ? ആ ആക്രി നിന്റെ പേര് ചെയ്ത് വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്യാൻ പോണത്. അങ്ങനൊന്നല്ല ആശാനെ, എൻ്റെ വരൂല, ആശാന്റെ വരൂല. ഉള്ളത് മൊത്തം ഇവിടുത്തെ ഹിന്ദിക്കാരുടെ പേരിൽ എഴുതിച്ചേക്കും. നമുക്കൊരു വഴി ഉണ്ടാക്കടാ, നീ സമാധാനിക്ക്. പെരുവഴിയിലേക്ക് അവിടെ മുന്നേ ഒരു വഴി ഉണ്ടാക്കണ്ട ആശാനെ. ആ കുപ്പിയിലിന് 3 പെഗ്ഗൂടിയുള്ളട്ടാ. അതടിച്ചീറിനെ മുന്നേ ആശാനൊരു വഴി പറഞ്ഞില്ലെങ്കിൽ എൻ്റെ കഞ്ഞൂടി മുട്ടും, ആശാന്റെ വെള്ളോടി മുട്ടും. അതൊക്കെ ഞാൻ ഏറ്റി. നീ ആ ഫോൺ വെച്ചേ. ആശാനെ ചതിക്കൂലല്ലോ. നീ ഫോൺ വെച്ചേ. मेरा नाम शिबू है, लोग मुझे आखिरी शिबू बोलता है, कलियाकी बोलता है. എൻ്റെ ഈശ്വര, ഈ ആക്രി ലൈവ് ചാവണ കാണാനായിട്ടാണ് എൻ്റെ വിധി. आखिरी मेरे को पैसा दिया, जिंदगी नहीं दिया. എന്നെ ആക്രി ആക്രി എന്ന് വിളിച്ച് കളിയാക്കാത്തവർ എൻ്റെ ഭായിമാർ മാത്രമാണ്. ചത്താനകത്താണ്. എന്നാലും ആശാനെ എന്നോട് ചതി വേണ്ടായിരുന്നു. मेरा भाइयों को मेरा सर्वस्व मैं देता हूँ. सुंदर महिलाओं को मेरे को पूछे. मेरा സ്വന്തക്കാർ, ബന്ധക്കാർ, നാട്ടുകാർ, വീട്ടുകാർ सबको मेरे को पूछे. भाइयों, आज मेरा लास्ट कुड़ी हूँ. आज मैं मर जाऊंगा. मरने के बाद मेरे सर्वस्व मेरे भाइयों को ഈ ഷിബു സാറിനൊന്ന് കാണാൻ പറ്റുമോ?
അല്ല മലയാളി പോലെ പോലെ അവിടെ നിൽക്കും. ഇത് ഏത് കോലത്തെ തമ്പുരാട്ടിയാണെന്നാവും അത് ഇവിടെ പ്രത്യക്ഷപ്പെടാൻ. ഇനി ആശാന്റെ മോളാവൂ? അതെന്താ ബാംഗ്ലൂർ ഓടിയായിരുന്നല്ല? ചത്തിട്ട് പോവാ. ഞാൻ സമ്മതിക്കൂല. Who is the beautiful girl? ചോദിച്ചത് ചാവാം. ചിലപ്പോ ഞങ്ങളുടെ കാര്യത്തിനൊരു സമാനം. ആശാൻ പണി തുടങ്ങി. ഇനി ഇവിടെ നിന്ന് വലിയുന്നതാണ് എനിക്ക് ബുദ്ധി. ഞാനാ ഷിബു സാർ. ഇത് ആശാന്റെ അടവ് തന്നെ. ആശാനെ സമ്മതിക്കണം. പോവാൻ മലയാളി ഇതിലാക്കിയ മാക്സിമം ഉച്ച ഒതുക്കണം. ये चावल नहीं, वो चावल है. जाओ जाओ काम करो जाओ जाओ मलयाली പോടാ പോടാ മുപ്പാൻ എടുക്ക ജാവോടാ. ഷിബു സാർ അല്ലേ? ഓ ഷിബു സാർ, ഹാൻസം. അങ്ങനെയൊന്നുമില്ല, ചുമ്മാ വെറുതെ തമാശ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അറിയാം, ഹാൻസ് എന്നല്ല എല്ലാ ലഹരി പദാർത്ഥങ്ങൾക്കും ഞാനും ബോസ് എതിരാണ്. പിന്നെ ഇന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ബോസ് മദ്യപിച്ച്. കാരണം ഇന്ന് ബോസിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഷിബു സാർ ഭയങ്കര സുന്ദരനാണെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ആരാധനയോടെ അല്ലാതെ ആ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റില്ല. മമ്മൂട്ടിയേക്കാൾ സുന്ദരനാണ് ഷിബു സാർ. മമ്മൂട്ടി മാറി നിൽക്കും. റിയലി യു ആർ എ ഹാൻസം മാൻ. ബോസ്, ഏതാണ് ഈ സത്യം വിളിച്ചറിയുന്ന പെൺകുട്ടി? കുട്ടി, ഐ റിയലി അപ്രീഷിയേറ്റ് യു. അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആ കുട്ടി എന്ത് തെറ്റായത്? ഞാൻ കേട്ടുമെടുത്ത വാക്കുകളാണ് കുട്ടി പറഞ്ഞതെങ്കിലും സുന്ദരിയായ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞപ്പോ കേൾക്കാനൊരു സുഖമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ പുകഴ്ത്തി പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഞാനത് ആരെ അനുവദിക്കാറുമില്ല. കുട്ടിക്കൊരു കാര്യം അറിയൂ, ബോസിനെ എത്ര സിനിമയിൽ വിളിച്ചതാണ്. ആറാം തമ്പുരാൻ, പുലിമുരുകൻ, മിന്നൽ മുരളി. ബോസ് കഥ പോലും കേട്ടില്ല. പിന്നെ സ്പിരിറ്റിലും ജോണി വാക്കറിലും ബോസിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായി. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. അതാ നടക്ക്. പിന്നല്ലേ കുട്ടിക്കൊരു കാര്യം അറിയോ, ബോസിനും ഫാമിലിക്കും ബിസിനസ് കഴിഞ്ഞിട്ടുള്ള ബാക്കി എന്തും. ഇവരുടെ ഫാമിലി എന്ന് വെച്ചാൽ ഈ ആക്രി, ഇവരുടെ സ്ക്രാപ്പാണല്ലോ, സ്ക്രാപ്പ് ബിസിനസ് ആണ്. ഈ ബോസിന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ യുദ്ധം കഴിഞ്ഞ് യുദ്ധഭൂമിയിൽ ചെന്ന് ഒടിഞ്ഞു കിടന്ന പരിചയും വാളും പിന്നെ ഈ തേരിന്റെ അവശിഷ്ടങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് തുടങ്ങിയ ബിസിനസ്സാണിത്. ക്ഷത്രിയനാണ് ക്ഷത്രിയൻ ഷിബു. കേട്ടിട്ടില്ലേ? നിർത്തറ, ഇതൊക്കെ ഇവിടെ ആയിരിക്കണം അറിയാത്തത്. എനിക്ക് ഈ പ്രശംസ ഒന്നും തീരെ ഇഷ്ടമല്ല. നോക്കാനൂടെ പണിയെടുക്ക ജാവോ. ആ ഇതൊക്കെ തൂക്കം നോക്കി വെച്ച് ഇവിടുത്തെ പണിക്കാരനാണ്. എനിക്ക് ഈ പ്രശംസ ഒന്നും തീരെ ഇഷ്ടമല്ല. ഇതൊക്കെ ഇവിടെ ആർക്കറിയാൻ പാടില്ല. ഷിബു സാറിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? ബിസിനസ് ഇപ്പോ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ക്യാരി ഓൺ. ബ്യൂട്ടിഫുൾ ഗേൾ. അച്ഛ, എന്തൊരു കോമാളി അച്ഛ അയാള്. എന്തൊരു സൗന്ദര്യം. അയാൾ ചത്തിട്ടില്ല. ഇതിനും ഭേദം ചാവുന്നതായിരുന്നു നല്ലത്. എന്തൊരു വിനയം. ഞാൻ വീട്ടിൽ വന്നിട്ട് ബാക്കി തരുന്നുണ്ട്. എന്തൊരു എളിമ. ഇവൾക്ക് വേണ്ടിയാണോ ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്?
ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോൾ ചത്തുപോകുമായിരുന്നു. ബ്യൂട്ടിഫുൾ. താ വന്നു ദേ പോയി. എവിടെ നിന്ന് ഒരു പെണ്ണ് വലിക്കേറി വന്നപ്പോഴേക്കും എന്നെ ചൊട്ടിപ്പുറത്താക്കി. ഞാനല്പം നാണം കെട്ടെങ്കിലും സാരില്ല. പക്ഷേ ഒരു കാര്യം, എന്ത് കാര്യം? ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേർഡ്സ്. എന്ന് വെച്ചാ ശൂന്യമായി കിടക്കുന്ന ബോസിന്റെ മനസ്സിലേക്ക് സ്നേഹം നിറയ്ക്കാൻ വന്ന തളിർ വസന്തമാണവൾ. നോട്ട് ദ പോയിന്റ്. ഒറ്റ നിമിഷം കൊണ്ട് ബോസിന്റെ ജീവൻ തിരിച്ചു തരാൻ സാധിച്ചവൾക്ക് ബോസിനൊരു ജീവിതം നൽകാൻ സാധിക്കും. ഇനിയുള്ള എൻ്റെ ജീവൻ ഞാൻ അതിനായി മാറ്റിവെക്കാണ്. അപ്പൊ നിന്റെ ഇവിടുത്തെ പണിയൊക്കെ ആരെടുക്കും? നശിപ്പിച്ച് ബോസിനോട് നല്ല കാര്യത്തിനുണ്ട് ഞാൻ പറഞ്ഞാണ്. മുതലാളി സാവുന്നില്ല കൊണ്ടുവന്നിങ്ങോട്ട്. അങ്ങനെയാണ് ഹിന്ദിക്കാർ തിന്നണ്ട. ദേ മുതലാളി, ഷാദി ഷാദി മാരേജ്. ഹാ वो लड़की കല്യാണം കുച്ചു കുച്ചു ഹോത്താ ഹേ. मुझे പോയി പണിയെടുക്കാം. करीब रखो, हमारी आत्में मिले. ബോസേ ബോസേ കൈവിട്ട് പോയാ? എന്നാലും അവള് പോയി കളഞ്ഞല്ലോടാ. എവിടെ പോവാൻ? പിന്നല്ല ബോസേ, സംഭവിച്ചതെല്ലാം നല്ലതിന്. ഇത്ര നാളും ബോസിന്റെ കല്യാണം നടക്കായിരുന്നത് ഇപ്പൊ നന്നായില്ലേ? അതിനിപ്പോ ബലം ഉണ്ടായില്ലേ? നല്ല അപ്സരസിനെ പോലത്തെ ഒരു മതകട പെൺകുട്ടി വന്നിട്ടില്ലേ ബോസിന്റെ ജീവിതത്തിൽ? ഇതേ കുരുക്കഴിച്ചെന്നത് മദാൽസ. ബോസ് അവളെ കൊല്ലണം, സ്നേഹിച്ച് കൊല്ലണം, ഒരുപാട് മോഹിക്കണം. അവള് നഷ്ടപ്പെടാതിരിക്കാൻ കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ടാൽ അവൾ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ എന്റെ ബോസ് വല്ലതും നടക്കൂടെ? നടക്കും. ഈ സുനി നടത്തും. ദേ ബോസ് ഒന്നും തന്നാ മതി. ബോസ് നടന്നേ, ഞാൻ ഏറ്റുന്നേ. വന്നേ, വണ്ടി എടുത്തേ. അവ വലതാലോചന തുടങ്ങിക്കോ.